വെള്ളിയാഴ്ച പെരുന്നാളാകും, പെരുന്നാളായാൽ ജുമാ വേണ്ട എന്നിപ്പോ പ്രസ്താവിച്ചു വെച്ചിരിക്കുക. പണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ കുത്തുബോധിയിരുന്ന അബ്ദുൽ ലത്തീഫ് മൗലവി പള്ളിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണ്, അതുകൊണ്ട് ഇവിടെ ജുമാ ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ മിമ്പറിൽ നിന്നിറങ്ങിയപ്പോൾ ആളുകൾ പിടികൂടി, ഉണ്ടാകൂല എന്ന് പറയാൻ സമ്മതിക്കൂല, ഇവിടെ ഉണ്ടാകണം എന്നായപ്പോൾ അന്ന് ഒരു കൗമുദി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഉള്ള കൗമുദിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. ആ പത്രത്തിൽ കൊടുത്തു, സാധാരണ പോലെ ഈ വെള്ളിയാഴ്ചയും പട്ടാളപ്പള്ളിയിൽ ജുമാ നിസ്കാരം ഉണ്ടാകുന്നതാണ് എന്ന് ഫത്വ കൊടുത്ത് ആ മൗലവി തന്നെ, അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ അടുത്ത വെള്ളിയാഴ്ച ജുമാ ഉണ്ടാകൂല എന്ന് പറഞ്ഞ ആള് തന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച ഖുത്ബ ഓതുകയും ജുമാ നിസ്കരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനും തിരിക്കാനും ഇസ്ലാം മതത്തിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. ആരാണ് ഇവർക്ക് വെള്ളിയാഴ്ചയാണ് പെരുന്നാളെന്ന് ഉറപ്പിക്കാൻ അധികാരം കൊടുത്തത്? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ സൂമു സലാസീനയോ, നിങ്ങൾ 30 ദിവസവും നോമ്പ് പിടിക്കണം. നിങ്ങൾ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസം നോമ്പ് പിടിക്കണം. ഫൈൻ സൂമൂലി റുയത്തിക്കും അഫ്തറൂലി റുയത്തിക്കും, മാസം കണ്ടതിൻ്റെ പേരിൽ നോമ്പ് പിടിക്കുകയും പെരുന്നാൾ മാസം കാണുന്നതിനനുസരിച്ച് നോമ്പ് മുറിക്കുകയും ചെയ്യാം. എന്നിട്ട് അവിടുന്ന് പറയുന്നത് ഫൈൻ ഉമ്മ അലയിക്കും, അഥവാ മയക്കാർ കൊണ്ടോ മറ്റു വല്ല കാരണം കൊണ്ടോ മേഘം മൂടി നിൽക്കുകയാണ്, മാസം കാണുന്നില്ല എങ്കിൽ അക്മിലുൽ ഇദ്ദത്ത സലാസീൻ, നിങ്ങൾ 30 പൂർത്തിയാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ കണക്ക് കൂട്ടി നേരത്തെ തന്നെ ഈ മാസം 29 ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പെരുന്നാൾ വെള്ളിയാഴ്ചയാണ് എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. അള്ളാഹു തആല പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഫുഖഹാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ തോന്നിവാസം അള്ളാഹുവിന്റെ ദീനെ കൊണ്ട് പന്ത് കാടി കളിക്കുകയാണ്. ചില ചെറുപ്പക്കാർക്ക് തോന്നല, എന്താ ഇപ്പം മുജാഹിദായാലും സുന്നിയായാലും തമ്മിൽ വ്യത്യാസം എന്താ? അത് ചില ചെറുപ്പക്കാർക്കൊക്കെ തോന്നലുണ്ട്. ഞാൻ നിങ്ങളോട് അങ്ങനത്തെ ചെറുപ്പക്കാരോട് പറയുന്നത്, ദീനിന്റെ അടിത്തറയായ എല്ലാ കാര്യങ്ങളും ഇവർ അട്ടിമറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? മദീനയിലേക്ക് ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ വന്നപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട്, എന്നാൽ നമുക്കൊരു മൈതാനി എഴുതുന്നത് നിസ്കരിക്കാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി മൈതാനി പോയത് കൊണ്ട് അതാണ് അപ്പോയത് നിങ്ങളോടായി പറഞ്ഞു. അതുപോലെ 29 30 എന്ന് അന്നത്തെ ദിവസം മാസം കാണുമോ ഇല്ലേ എന്നിട്ട് തീരുമാനിക്കല്ലാതെ ഈ കണക്ക് കൂട്ടി തീരുമാനിക്കുന്നത് ഇസ്ലാമികമല്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് മാത്രമേ കണക്ക് കൂട്ടാൻ അറിയുമെന്നോ? അത് ഒരിക്കലും നിങ്ങൾ കരുതിപ്പോവേണ്ട.
നിങ്ങളെ കൂട്ടുന്ന കണക്കുകളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് നല്ല പോലെ അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായിരുന്ന ബഹറുലും സൈനുദ്ദീൻ അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉസ്താദ് എന്ന് നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അഗ്രഗണ്യനായ ആലിമായിരുന്നു. കണക്ക് കൂട്ടാനും കണക്ക് പ്രകാരം മാസം ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാനും വലിയ യോഗ്യതയുള്ള കഴിവുള്ള ആളായിരുന്നു. അപ്പൊ ഈ അതിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കണക്ക് കൂട്ടുന്നതൊന്നും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കുകയാണ്. സൂമൂലി റുയത്തിഹി വഅഫ്തിറൂലി റുയത്തിഹി. മാസം കണ്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. അതുപോലെ നോമ്പിൻ്റെ അവസാനം മാസം കണ്ടു 29 എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കൊരു കണക്ക് നോക്കി നോമ്പ് വെക്കാനും നോമ്പ് പിടിക്കാനും ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. ഈ തോന്നിവാസികളായ ആളുകൾ അവർ ഖുർആൻ സുന്നത്തും എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പെരുന്നാളിൽ ഏതെങ്കിലും ചളിയിൽ പോയിട്ട് നിസ്കരിക്ക് നല്ല പള്ളി ഒഴിവുണ്ടാവും. അതൊക്കെ ഒഴിവാക്കിച്ചിട്ട് ഈ ചളിയിൽ പോയി നിസ്കരിക്കുകയും അതുപോലെ മാസം കാണുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുന്നതിന് മുമ്പ് ഇവർ തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് തീരുമാനിക്കുന്നത്. ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ഏത് തീരയിലുള്ള തീരുമാനമാണിത്? നിങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. വെറുതെ വിടാൻ പറ്റില്ല. ഈ മുജാഹിദിനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരൻ മുഴുവനും വഴിവേപ്പിക്കുന്നതിന് ഒരു തുടക്കമാണത്. യഥാർത്ഥത്തിൽ ഇതല്ല അവരുടെ ലക്ഷ്യം. ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഇതാ ഇന്നലെ തന്നെ പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച പെരുന്നാളാണ്, അന്ന് ജുമാ വേണ്ടാന്ന്. ആരാണ് അങ്ങനെ ജുമാ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും രണ്ടും ഒരേ ദിവസം നിസ്കരിച്ചുവെന്നും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല ഹൽ അതാക ഹദീസുൽ ഖാശിയ എന്ന് പറയുന്ന ഈ രണ്ട് സൂറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുന്നാൾ നിസ്കാരത്തിലും അന്നത്തെ ജുമാ നിസ്കാരത്തിലും ഓതിയിരുന്നത് എന്ന് നമുക്കിവിടെ ഹദീസിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളും ജുമായും ഒത്ത് വന്നപ്പോൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്, ജുമായെ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആ ജുമാ വേണ്ട എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കാൻ വന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം, ഇവരാണ് ഇവിടെ ദീനിനെ ആകെ നശിപ്പിക്കുന്നവർ. ഇതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ വന്ന് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലും റസൂലുള്ളാഹിയുള്ള വിശ്വാസത്തിലും ഇവർ വഴിവേറ്റ് പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്താ ഇപ്പോൾ മുജാഹിദ് സുന്നിയും ഒരു തർക്കമുള്ളത്? ഇങ്ങനെ 1-2 ചെറിയ കാര്യങ്ങളല്ലേ, 1, 2, 10 കാര്യങ്ങളല്ല. ഈമാനിൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാം അല്ലാഹു